8 കൊല്ലം മുമ്പ് മകൾ അനുദേവികയ്ക്കൊപ്പം ചുവടുവെച്ച അതേ നൃത്തവേദിയിൽ കൃത്രിമകാലിൽ മകൾക്കൊപ്പം നൃത്തം ചെയ്യുമ്പോൾ ടി ഷീജയുടെ ജീവിതത്തിൽ കഠിനകാലത്തിൻ്റെ അതിജീവനം പൂർണ്ണമാവുകയായിരുന്നു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ ഷീജയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കനകച്ചിലങ്ക കിലുക്കമാണ് താലൂക്ക് ആശുപത്രി വേദിയിൽ കണ്ടത്. 2022 ഒക്ടോബർ 3 2 മക്കൾക്കൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കോറോം കൂർക്കരയിലെ ടി ഷീജയുടെ ജീവിതം മാറിമറിച്ച അപകടം. അതിവേഗം എതിരെ എത്തിയ ബൈക്ക് സ്കൂട്ടറിലിടിച്ച് 3 പേർക്കും പരിക്കേറ്റു. 11 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ഷീജയ്ക്ക് 13 സർജറികൾ വേണ്ടി വന്നു. ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞു, വലതുകാൽ മുറിക്കേണ്ടി വരും. വേദനകൾ കടിച്ചമർത്തി തളരാതെ പിടിച്ചുനിന്ന നാളുകൾ ഒടുവിൽ നിറചിരിയോടെ ഉയർത്തെഴുന്നേറ്റു. വീൽ ചെയറിൽ നിന്നും വാക്കറിൽ നിന്നും മാറി കൃത്രിമകാലിൽ നടന്നു തുടങ്ങി. രോഗികൾക്ക് സാന്ത്വനമേകി വീണ്ടും ജോലിയിൽ മുഴുകി. ആശുപത്രി ദിനാഘോഷത്തിൽ വീണ്ടും മകൾക്കൊപ്പം നൃത്തം ചെയ്യണമെന്നായി മോഹം. ഭർത്താവ് പയ്യന്നൂർ AKAS GVHSS അധ്യാപകൻ ടി വിനോദ് പ്രോത്സാഹനമേകി കൂടെ നിന്നു. നർത്തകി കണ്ടോത്തെ ലീജ ദിനൂപ് ഡാൻസ് ചിട്ടപ്പെടുത്തി പരിശീലിപ്പിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ പരിശീലനത്തിൻ്റെ വേഗം കൂടി. ഇക്കഴിഞ്ഞ ആശുപത്രി ദിനാഘോഷത്തിൽ മകൾ അനുദേവികയ്ക്കൊപ്പം വേദിയിൽ നൃത്തമാടി. 2017 ആശുപത്രി ദിനാഘോഷത്തിൽ നിറഞ്ഞാടിയ താലൂക്ക് ആശുപത്രിയിലെ അതേ വേദിയിൽ ഫിനിക്സ് പക്ഷിയെ പോലുള്ള ഷീജയുടെ തിരിച്ചുവരവ് കരഘോഷത്തോടെ സദസ്സ് വരവേറ്റു.